ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണത്തിലെ അടുത്ത ഒരു ശിവഭക്തനെ കുറിച്ചിട്ടാണ് നാം ഇനി കാണാൻ പോകുന്നത്. അദ്ദേഹം ചോഴ രാജ്യത്തിലെ രാജാവായിരുന്നു. പേര് പുകഴ്ചോഴ നയനാർ എന്നാണ്. പുകഴ്ചോഴൻ എന്ന കീർത്തിമാനായ രാജാവ് തിരുവാനേക്കാവ് ക്ഷേത്രദേവനോട് വർദ്ധമാനമായ ഭക്തിയോടെ ഭരണം നടത്തി വന്നു. അക്കാലം തൻ്റെ വംശത്തിൻ്റെ അവകാശത്തിനും കാവേരി നദീതീരത്തുള്ളതുമായ കൊങ്ങ് നാട്ടിലെ കരൂർ നഗരത്തിൽ ചെന്ന് താമസിച്ച് അതിന് ചുറ്റുപാടുമുള്ള നാടുവാഴികളിൽ നിന്ന് കപ്പം വാങ്ങി തിരുവാനിലക്കോവിലിലെ ശിവപെരുമാന് വേണ്ട വഴിപാടുകളെല്ലാം ചെയ്ത് വസിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഭരണ നൈപുണ്യത്തിൽ രാജ്യം സമ്പൽ സമർത്ഥമായി തീർന്നു. പുകഴ്ചോഴർക്ക് അനേകം സാമന്ത രാജാക്കന്മാരുണ്ടായിരുന്നു. ഒരിക്കൽ കൊങ്കുനാടിൻ്റെയും മറ്റ് ചെറുനാട്ടു രാജാക്കന്മാരുടെയും കപ്പം സ്വീകരിക്കാനായി അദ്ദേഹം പരിവാരത്തോടൊപ്പം തൻ്റെ രാജവംശത്തിന് പ്രാധാന്യമേറിയതും പ്രത്യേകിച്ച് പ്രമുഖവുമായ കരൂർ എന്ന നഗരിലേക്ക് യാത്ര പുറപ്പെട്ടു. അവിടെ പശുപതീശ്വരനെ ആരാധിച്ചതിന് ശേഷം അദ്ദേഹം സാമന്ത രാജാക്കന്മാരുടെ ആദരവും അർപ്പണങ്ങളും സ്വീകരിക്കാനായി രാജസദസ്സിൽ ഉപവിഷ്ടനായി. സാമന്ത രാജാക്കന്മാരെല്ലാം ഓരോരുത്തരായി തങ്ങൾക്ക് കൊടുക്കാനുള്ള കരവും ഉപഹാരങ്ങളുമായി വന്ന് രാജാവിനെ വണങ്ങി. അദ്ദേഹം അതെല്ലാം സ്വീകരിച്ചു. തങ്ങളുടെ രാജ്യങ്ങൾ ഭരിക്കാനുള്ള അനുമതി നൽകി അവരെ ആദരവോടെ തിരിച്ചയച്ചു. അതിനുശേഷം രാജ്യഭരണ നിപുണരും തഴക്കമുള്ളവരുമായ മന്ത്രിമാരോട് ഇങ്ങനെ ആരാഞ്ഞു: സുരക്ഷിതമാക്കപ്പെട്ട നമ്മുടെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും കോണിൽ ഈ രാജ്യത്തെ മുഴുവൻ ഭരിക്കുന്ന നമ്മുടെ ചെങ്കോലിനെ മാനിക്കാതെ കലഹമുണ്ടാകുന്ന ഏതെങ്കിലും രാജാക്കന്മാരുണ്ടോ എന്ന് അറിഞ്ഞു വരിക. ഈ ചോദ്യം കേട്ട് മന്ത്രിമാർ പറഞ്ഞു, അങ്ങനെ ഒരേ ഒരാൾ മാത്രമുണ്ട്. അയാൾ അങ്ങേക്ക് കപ്പം തരാൻ വിസമ്മതിച്ചു. ഇത് കേട്ട് രാജാവ് വിസ്മയത്തോടെ പുഞ്ചിരിച്ചു. അതാരാണ് എന്നുള്ള രാജാവിൻ്റെ ചോദ്യത്തിന് മന്ത്രിമാർ ഉണർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് അധികൻ എന്നാണ്. കാട്ടുരാജാവായ അദ്ദേഹം മലയിലെ തൻ്റെ ഉയർന്ന മതിലുകളാൽ സുരക്ഷിതമാക്കപ്പെട്ട് കോട്ടകളിലിരുന്ന് അവിടുത്തെ അധികാരത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഇത് കേട്ട് പുകഴ്ചോഴൻ്റെ സൈന്യം അധികനെ തോൽപ്പിക്കാൻ വേണ്ടി സൈന്യങ്ങളോടുകൂടി അയാളുടെ നാട്ടുരാജ്യത്തിലേക്ക് ചെന്നു. അങ്ങനെ മലമുകളിലെ കോട്ടയെ തകർത്ത് തരിപ്പണമാക്കി രാജാവിനെ അവർ കീഴടക്കി. അനേകം സൈന്യങ്ങളെ തോൽപ്പിക്കുകയും ചെയ്തു. ആ നാട്ടിലെ സൈന്യങ്ങളെ മുഴുവനും പരാജയപ്പെടുത്തിയ പുകഴ്ചോഴൻ്റെ സൈന്യം അങ്ങനെ വിജയശ്രീലാളിതമായി സ്വരാജ്യത്തിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ വിജയസൂചകമായി അനേകം മരിച്ചുപോയ തങ്ങൾ കൊന്ന ആ എതിർ സൈന്യത്തിൻ്റെ സൈന്യങ്ങളിൽപ്പെട്ട സൈനികരുടെ തലകൾ കൂടെ കൊണ്ടുവരികയും ചെയ്തു. വിജയശ്രീലാളിതരായി പുകഴ്ചോഴൻ്റെ സൈന്യം നാട്ടിലേക്ക് ഈ ശിരസ്സുകളുമായി അതേപോലെ തന്നെ അനേകം ധനങ്ങളുമായി രാജാവിനെ സമീപിച്ചു. ഇതെല്ലാം കണ്ട രാജാവ് ആ ശിരസ്സുകൾ നോക്കിയപ്പോൾ അതിൽ ഒരു ശിവവേഷം കെട്ടിയ ജടാധാരിയായ ഒരു സൈന്യനായകൻ്റെ ശിരസ്സ് കണ്ടു. അദ്ദേഹം അത് വല്ലാതെ വേദനിച്ചു. ഒരു ശിവഭക്തൻ ആ സൈന്യത്തിലുണ്ടായിരുന്നു. ആ ശിവഭക്തനെ ഇവർ അറിയാതെ കൊല്ലുകയാണുണ്ടായത്. ഇത് രാജാവിനെ വല്ലാതെ
വേദനിപ്പിച്ചു. പുകഴ്ച്ചോഴൻ ആ ശിവവേഷധാരിയായ സൈന്യാധിപൻ്റെ തല തൻ്റെ പൊൻതളികയിൽ പിടിച്ചുകൊണ്ട് അഗ്നി കൂട്ടിയ ആ മഹാ അഗ്നിയിൽ പ്രവേശിച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആത്മാഹൂതി കണ്ട് ശിവഭഗവാൻ അദ്ദേഹത്തെ ശിവലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഈ കഥ. അപ്പോൾ എതിർ സൈന്യത്തിലെ സൈനികരിൽപ്പെട്ട ഒരാൾ ശിവഭക്തനായതിരുന്നതുകൊണ്ട് ആ ശിവഭക്തനെ കൊന്നത് മഹാപാപമായി പുകഴ്ച്ചോഴൻ കരുതി. അപ്പോൾ എതിർ സൈന്യത്തിൽപ്പെട്ടവരാണെങ്കിലും ശിവഭക്തന്മാരാണെങ്കിൽ അവരെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന പതിവ് ഈ പുകഴ്ച്ചോഴൻ വച്ചു പുലർത്തിയിരുന്നു. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ആരാണോ ശിവഭക്തൻ അവർക്ക് എതിരാളികളില്ല. അങ്ങനെയുള്ളവരെ ദ്രോഹിച്ചാൽ ആ ദ്രോഹം ഒരിക്കലും രാജാവ് സഹിക്കുമായിരുന്നില്ല. ഇവിടെ രാജാവ് എന്ന് വെച്ചാൽ ശിവൻ തന്നെയാണ്. അപ്പോൾ ഏതൊരു ശിവഭക്തനാണോ ആക്രമിക്കപ്പെടുന്നത്, അനീതിക്ക് വിധേയനായി കഷ്ടപ്പെടുന്നത്, തീർച്ചയായിട്ടും അവരെ സഹായിക്കാൻ ശിവപെരുമാൻ ഓടിയെത്തുകയും ശത്രുവിനെ നിഗ്രഹിക്കുകയും ചെയ്യും. ഇതാണ് ഈ കഥയിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ഒരു ശിവസാധകനെ തൊടാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. അതാണ് ഇവിടെ ഈ കഥയിലൂടെ വ്യക്തമാക്കുന്നത്. ഒരു ശിവസാധകനെ, ഒരു ശിവഭക്തനെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ കാലത്തിനോ വിധിക്ക് പോലുമോ കഴിയില്ല. അങ്ങനെ കാലൻ പരാജയപ്പെടുത്തുകയാണെങ്കിൽ ആ കാലനെ ഇല്ലാതാക്കുന്ന കാലനാണ് ശിവഭഗവാൻ. ആ കാലാരിയായ ശിവൻ ആ ശത്രുവിനെ നശിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഒരു കാര്യം ഇതിൽ നിന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ഒരു ശിവഭക്തനെ തൊടാൻ പോലും ഒരു ശക്തിക്കും കഴിയില്ല, ഒരു ദുഷ്ടശക്തിക്കും കഴിയില്ല. ആർക്കും അയാളെ അപമാനിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ കഴിയില്ല. ഇത് ശിവഭക്തന്മാർക്ക് കിട്ടുന്ന വലിയൊരു നേട്ടമാണ്. ഒരു ശിവഭക്തനാണ് എങ്കിൽ അയാൾക്ക് ഭയമില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു ശിവസാധകന് ലോകത്തിൽ ഒരു ശക്തിയെയും ഭയപ്പെടേണ്ടതില്ല. കാരണം അയാൾ തന്നെ ശിവനായതുകൊണ്ട് ആ ശിവശക്തി അയാളെ എല്ലാ അപകടത്തിൽ നിന്നും രക്ഷിക്കുകയും എല്ലാ അധർമ്മങ്ങളിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. മാത്രമല്ല ശത്രുവിനെ ഞൊടിയിട കൊണ്ട് നശിപ്പിക്കുകയും ചെയ്യും. ഇതാണ് ശിവഭഗവാൻ ഒരു ശിവഭക്തന് നൽകുന്നത്. അത് ശിവൻ നേരിട്ട് ചെയ്യണമെന്നില്ല, ശിവഭക്തന്മാരിലൂടെ അദ്ദേഹം എല്ലാ ശിവഭക്തന്മാരെയും രക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ശിവൻ്റെ ഒരു മീഡിയം എന്ന നിലയിൽ ഏതെങ്കിലും ഒരു ശിവഭക്തൻ അയാളെ കഷ്ടപ്പെടുന്ന ആ ശിവഭക്തനെ സഹായിക്കാൻ ഓടിയെത്തുക തന്നെ ചെയ്യും. ഇതാണ് ഈ പുകഴ്ച്ചോഴ രാജാവിൻ്റെ കഥയിലൂടെ ചേക്കിഴാസ്വാമി നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരു ശിവസാധകന് ധൈര്യമായിട്ട് അഭയത്തോടെ ഭയമില്ലാതെ ഈ ലോകത്ത് സഞ്ചരിക്കാൻ, കലികാലത്തിൽ പ്രത്യേകിച്ചും കലികാലത്തിൽ എല്ലാ ദുഷ്ടതകളുടെയും നടുവിലൂടെയാണ് ഒരു ശിവഭക്തൻ ജീവിച്ചു പോരുന്നത്. അയാളെ അപമാനിക്കാനോ അയാളെ പരാജയപ്പെടുത്താനോ ആർക്കും കഴിയില്ല. കാരണം അയാൾ തന്നെ ശിവനാണ്. ആ ശിവശക്തി എല്ലാ ദുരിതങ്ങളെയും എല്ലാ കഷ്ടപ്പാടുകളെയും ഇല്ലാതാക്കുക തന്നെ ചെയ്യുമെന്ന് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ തിരുപ്പുകഴ്ച്ചോഴൻ്റെ കഥ കേൾക്കുന്നവർക്കും തീർച്ചയായിട്ടും അഭയത്തോടെ ഭയമില്ലാതെ ഈ കലികാലത്ത് മുന്നോട്ടേക്ക് ജീവിതയാത്ര കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഓം ശിവായ നമഃ.